നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ ഉള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് 7 ജൂലൈ 2025 തിങ്കൾ. അങ്ങനെ രണ്ടാഴ്ചത്തെ റാലിക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ 0.7% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം വീക്കിലി ബേസിസിൽ അവസാനിപ്പിക്കുക ഉണ്ടായത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് എന്നിരുന്നാൽ കൂടിയിട്ടും വെള്ളിയാഴ്ചയിൽ ആദ്യ സെക്ഷനിൽ ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിക്ഷേപകരിലുണ്ടായ ആശങ്കയൊക്കെ മൂലം ആദ്യ സെക്ഷനിൽ ഫോൾ ആയിരുന്നെങ്കിലും അവിടെ നിന്നും IT-യിലും ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും ഉണ്ടായ മികച്ച പ്രകടനത്തെ തുടർന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ സെന്റിമെന്റ്സ് പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നു. കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് പോസിറ്റീവായി ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ. പക്ഷേ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിലവിലെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നത് മൂലവും അതുപോലെ തന്നെ നമ്മുടെ Q1 റിസൾട്ടുകൾ വരുന്നത് മൂലവും ഒരു കുത്തനെയുള്ള റാലി നമ്മുടെ മാർക്കറ്റിൽ ഈ ആഴ്ച പ്രതീക്ഷിക്കുവാൻ സാധ്യതകൾ വിരളമാണ്. അല്ലെങ്കിൽ ട്രേഡ് താരിഫിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നെങ്കിൽ മാത്രമേ കുത്തനെ ഒരു റാലി പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. നിഫ്റ്റി 25,300, 25,200 എന്ന ലെവലുകൾ ഹോൾഡ് ചെയ്യുന്നിടത്തോളം 25,700, 25,800 എന്ന റേഞ്ചുകളിലേക്ക് മുകളിലേക്ക് പോകാൻ ചാൻസുകൾ ഉണ്ടെന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. അതുപ്രകാരം 25,800 എന്ന ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 26,000 എത്തിപ്പെടാനും ചാൻസുകൾ ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. 25,200 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായിരിക്കും. 25,000 എന്ന റേഞ്ചിനും താഴേക്ക് പോവുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്. മാർക്കറ്റാണ്, എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. ഇതൊക്കെ ജസ്റ്റ് ഒരു മെഷറിംഗ് ഫാക്ടേഴ്സ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന ട്രെൻഡ് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും താൽക്കാലികമായിട്ടുള്ള ഒരു പോസ് വന്നിട്ടുണ്ട് പാർട്ടിസിപ്പേഷന്. പ്രധാനമായിട്ടും ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വന്നതിന് ശേഷം മാർക്കറ്റിലേക്ക് എൻ്റർ ആകാമെന്നാണ് പല നിക്ഷേപകരുടെയും. അതുപോലെ തന്നെ നമ്മളൊന്ന് കോൺഷ്യസ് ആകേണ്ടതുണ്ട്. കാരണം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസങ്ങളിൽ തുടർച്ചയായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബയേഴ്സ് ആയിരുന്നു. എങ്കിൽ ജൂലൈയിലേക്ക് വന്നപ്പോൾ കണ്ടിന്യൂസ് ആയ 4 ട്രേഡിംഗ് സെക്ഷനിലും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ ഫ്യൂച്ചർ മാർക്കറ്റിലും അവരുടെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ ഇത് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള ആത്മവിശ്വാസക്കുറവിനെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ ഔട്ട്കം ഒക്കെ ചിലപ്പം അവർക്ക് നേരത്തെ അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ അത് നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വിപരീതമായി വെള്ളിയാഴ്ച സെല്ലിംഗ് കണ്ടു. ഇന്നും നമ്മൾ അതൊന്ന് കീനായിട്ട് വാച്ച് ചെയ്യണം. ഇന്ന് വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനും സാധ്യതകൾ ഏറെയാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.76 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,450 എന്ന നിലയിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ വിത്ത് ലോങ് ഷാഡോസ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇൻട്രസ്റ്റ് ലെവൽ അറ്റ് ലോവർ ലെവൽസ് ആണ്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുന്നത്. 25,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് സൈഡിലേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.96 ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 57,000 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലും പുട്ട് സൈഡിലും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US വെള്ളിയാഴ്ച ഇൻഡിപെൻഡൻസ് ഡേയെ തുടർന്ന് മാർക്കറ്റ് അവധിയായിരുന്നു. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 108 പോയിന്റുകളുടെ ഇടിവോട് കൂടിയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് വെള്ളിയാഴ്ച നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതിന് പ്രധാനമായും നയിച്ചത്
ബാങ്കിംഗ്, മൈനിങ് സ്റ്റോക്കുകളിലുണ്ടായ ഇടിവ് തന്നെയായിരുന്നു. അതുകൂടാതെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യൂറോപ്യൻ മാർക്കറ്റിനെ തളർത്തുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റി നിലവില് ഫ്ലാറ്റ് ആയിട്ട് തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.4% ഇടിവോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. കൊറിയൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ചൈനീസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. BEML 6.23 മില്യൺ US$ന്റെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും. ശ്യാം മെറ്റാലിക്സ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വോളിയം 18% ഇടിവ് രേഖപ്പെടുത്തി. ഹരിയോം പൈപ്സ് സെയിൽസ് 35% വോളിയം വർധനവ് രേഖപ്പെടുത്തുക ഉണ്ടെന്നുള്ള വാർത്ത. മഹീന്ദ്ര ലൈഫ് സ്പേസ് 2500 കോടി രൂപയുടെ റെസിഡൻഷ്യൽ പ്രൊജക്ട് പൂനെയിൽ കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകൾ. ആപ്പിൾ 3i കമ്പനിയുടെ AI ഡിജിറ്റൽ ട്രാഫിക്കിന് പുതിയ പേറ്റന്റ് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ക്യാപിറ്റൽ ട്രസ്റ്റ് കമ്പനി CBT വെഞ്ചറുമായിട്ട് ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്തകൾ. RVNL 143 കോടി രൂപയുടെ പുതിയ ഓർഡർ സദേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.